റേഷൻ വ്യാപാരികൾ നാളെ നടത്താനിരിക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. റേഷൻ വ്യാപാരികൾ പൊതുവിതരണ സംവിധാനത്തെ വെച്ച് വിലപേശുകയാണ്. റേഷൻ കടകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് സർക്കാരാണെന്നും ഇംപോസ് മെഷീനും ഭക്ഷ്യധാന്യങ്ങളും സർക്കാരിന്റേതാണ്. ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സാധനങ്ങൾ തിരിച്ചെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. പൊതുവിതരണം അനിവാര്യമായിട്ടുള്ള ആ ഗവൺമെൻറ് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അതിനെ വച്ച് വിലപേശുകയാണ്. ജനങ്ങളെ അവരുടെ ഭക്ഷണത്തെ മുൻനിർത്തി ആ ഭക്ഷണത്തെ കയ്യിൽ വെച്ച് കൊണ്ട് വിലപേശുന്ന രീതി നമ്മുടെ നാടിന് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഈ പണിമുടക്കിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്മാറണം. ഗവൺമെൻറ്റുമായി സഹകരിച്ച് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ കഴിയണം. കടയിലിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. അത് ജനങ്ങൾക്ക് കൊടുക്കാൻ സർക്കാർ ആവശ്യമാണെങ്കിൽ അത്തരം ഷോപ്പുകൾ സർക്കാർ തന്നെ തിരിച്ച് കൊടുത്തതുപോലെ തിരിച്ചേറ്റെടുക്കേണ്ടി വരും. ഏതൊരു കാർഡുടമയ്ക്കും പരാതിപ്പെട്ടാൽ ആ ഫുഡ് നൽകാത്ത സാഹചര്യത്തിൽ അതിൻ്റെ അലവൻസായി പറയുന്ന ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നൽകാൻ ബാധ്യസ്ഥനാകുന്നത് ലൈസൻസികളാണ് എന്നുള്ള കാര്യം ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഏത് താലൂക്കിൽ നിന്നാണോ ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണോ ജനങ്ങൾക്കാണെങ്കിലോ വിതരണത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലോ അറിയിക്കാൻ 9188527301 എന്ന നമ്പറിൽ കൺട്രോൾ റൂം തുറന്ന് ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥർ അത്തരം വിഷയങ്ങൾ കേൾക്കാനും പരിഹാരം കാണാനും ആവശ്യമുള്ള നിർദ്ദേശം നൽകാൻ അതിനുണ്ടാകുമെന്നുള്ള കാര്യം കൂടെ ഞാൻ അറിയിക്കുകയാണ്.